അടക്കാൻ പറ്റാത്ത കാമം കാരണം 57-ാം വയസ്സിലും ഒരു പയ്യനുമായി അടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കുടുംബം തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്ത ഒരു നാടിനെ തന്നെ നടുക്കിയ ക്രൈം സ്റ്റോറി. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും തന്റെ കാമാസക്തി മൂലം ഒരു കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കിയ ആ 57-കാരിയുടെ കഥ തീർച്ചയായിട്ടും എല്ലാവരെയും തന്നെ ഞെട്ടിച്ചതും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് 67-കാരനായ ഷൺമുഖവും ഭാര്യയായ 57-കാരിയായ മാരിയമ്മാളും താമസിക്കുന്നത്. കഠിനാധ്വാനിയായിരുന്നു ഷൺമുഖം. അതിലുപരി ഭാര്യയും മക്കളെയും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന വ്യക്തിയും. ഈ രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. 2 വിവാഹത്തിലും ചേർന്ന് ഇവർക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. 2 വിവാഹത്തിലുള്ള മക്കളെയും ഒപ്പം തന്നെ ചേർത്ത് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുകയും അവരെ നല്ല രീതിയിൽ തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഷൺമുഖം. മക്കളുടെ ജീവിതമെല്ലാം സേഫ് ആയതിനു ശേഷം ഇവർ 2 പേരും മാത്രം ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുകയും അതോടൊപ്പം തന്നെ കഠിനാധ്വാനിയായ ഷൺമുഖം ഏക്കർ കണക്കിന് നിരന്നു കിടക്കുന്ന തന്റെ കൃഷിത്തോട്ടങ്ങളൊക്കെ തന്നെ സ്വന്തം ചുമലിലേറ്റി ഒറ്റയ്ക്ക് തന്നെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ തന്നെ വരുമാനം നേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുകയും സന്തോഷകരമായി അവരുടെ ജീവിതം മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരാള് സ്ഥലം വാങ്ങിക്കുകയും അതനുസരിച്ച് അവിടെ വീട് പണി തുടങ്ങുകയും ചെയ്യുന്നു. രാമമൂർത്തി എന്ന 27-കാരൻ പയ്യനായിരുന്നു അവിടെ വീട് പണി ആരംഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാമമൂർത്തി ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഇവരോട് വാങ്ങിക്കുകയും തിരിച്ചു നൽകുകയും ഒക്കെയും തന്നെ ചെയ്തിരുന്നു. കൃഷിക്കാരനായ ഷൺമുഖം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഏകദേശം 4 മണിക്കാണ് അദ്ദേഹം തന്റെ കൃഷിത്തോട്ടത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് മാരിയമ്മാളിനെ സഹായത്തിനൊന്നും തന്നെ കൊണ്ടുപോവാറില്ലായിരുന്നു. കാരണം ഇതുവരെയും കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ, ഇനി സന്തോഷത്തോടെ ജീവിക്കട്ടെ, വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന രീതിയിൽ അവരെ ജോലിക്കൊന്നും തന്നെ കൊണ്ടുപോവാതെ വീട്ടിലെ ജോലി മാത്രം നോക്കി അവർ അവിടെ തന്നെ വെറുതെ ഇരിക്കുകയാണ് പല സമയങ്ങളിലും ചെയ്യാറുണ്ടായിരുന്നത്. ഷൺമുഖം രാവിലെ 4 മണിക്ക് തന്റെ കൃഷിത്തോട്ടത്തിലേക്ക് പോയാൽ മാരിയമ്മാൾ വീട്ടിൽ തനിച്ചാണ് പലപ്പോഴും ഉണ്ടാവാറ്. തനിച്ചായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് വീട് പണിയുന്ന രാമമൂർത്തിയുമായി ഇവർ കൂടുതൽ സമയം സംസാരിക്കുകയും അവരോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ മാരിയമ്മാളിന് രാമമൂർത്തിയോട് ഒരു ഇഷ്ടം തോന്നുകയും ആ 27-കാരൻ പയ്യന്റെ മേലിൽ ഒരു ആഗ്രഹം തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ കൂടുതൽ സമയം സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇതുപോലെ സെക്സ് സംസാരം വരികയും രാമമൂർത്തിക്കും തന്നോട് ഇതേ രീതിയിലുള്ള ഇഷ്ടമാണ് ഉള്ളതെന്ന് മാരിയമ്മാളിന് മനസ്സിലാവുകയും അവരുടെ ബന്ധം പതിയെ ശാരീരിക ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് ഷൺമുഖം തന്റെ കൃഷിത്തോട്ടത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇവർ 2 പേരും കൂടി ആ സമയങ്ങളിൽ ഒന്നും തന്നെ ആ പ്രദേശത്ത് ആരും ഇല്ലാത്തത് കൊണ്ടും രാവിലെ 5 മണിക്ക് തന്നെ എല്ലാ ദിവസവും രാമമൂർത്തി ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ആ സമയത്ത് മാരിയമ്മാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരുപാട് ദിവസം ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും രാവിലെ തന്റെ ഭർത്താവ് 4 മണിക്ക് കൃഷിത്തോട്ടത്തിലേക്ക് പോയി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാരിയമ്മാൾ രാമമൂർത്തിയെ വിളിക്കുകയും അദ്ദേഹം വരികയും ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധം എല്ലാ ദിവസവും തുടർന്നു കൊണ്ടേ പോവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെയും തന്നെ എല്ലാ ദിവസവും രാവിലെ തന്നെ രാമമൂർത്തി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നതും അതിനുശേഷം കഥ കടക്കുന്നതും ഒക്കെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു അയൽവാസി മറ്റുള്ളവരോടൊക്കെയും തന്നെ ഈ കാര്യങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഷൺമുഖനോട് ഒരാൾ ഈ കാര്യങ്ങൾ ചെന്ന് പറയുകയും നിങ്ങളുടെ ഭാര്യയും അയാളുമായി എന്തോ അരുതാത്ത ബന്ധമുണ്ട്, എല്ലാ നാട്ടുകാരും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് നിങ്ങൾ തന്നെ ചോദിക്കണമെന്ന രീതിയിൽ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ വിഷമത്തോടെ ഷൺമുഖൻ വീട്ടിലേക്ക് എത്തുകയും തൻ്റെ ഭാര്യയോട് എന്താണ് ഇവിടെ നടക്കുന്നതെന്നും അയൽ വീട്ടിലെ ആ പയ്യൻ എല്ലാ ദിവസവും എന്തിനാണ് നിന്റെ അടുത്തേക്ക് വരുന്നത് എന്ന രീതിയിലൊക്കെയും തന്നെ ചോദിക്കുന്നു. ആ സമയത്ത് മാരിയമ്മാൾ പറയുന്നു അവരുടെ വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ആ പയ്യന് വെള്ളം ആവശ്യമുണ്ട്, അതിനുവേണ്ടി തന്നെയാണ് അവൻ എല്ലാ ദിവസവും എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്നും അല്ലാതെ എൻ്റെ മകനെ പോലുള്ള അവനുമായി എനിക്ക് എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന രീതിയിലൊക്കെയും തന്നെ മാരിയമ്മാൾ ഷൺമുഖനോട് ചോദിക്കുന്നു. സ്വന്തം ഭാര്യയിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്ന ഷൺമുഖൻ അതൊക്കെയും തന്നെ വിശ്വസിക്കുകയും ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് തന്നെയായാലും അത് നീ നൽകിക്കോ എന്നും അവന് വേണ്ടത്ര വെള്ളം ഇവിടെ നിന്ന് തന്നെ നൽകിക്കോ എന്ന രീതിയിലൊക്കെയും തന്നെ അദ്ദേഹം പറയുന്നു. അങ്ങനെ തൻ്റെ ഭർത്താവ് എന്നെ വിശ്വസിച്ചല്ലോ, ഇനി ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിൽ തന്നെ ഇവർ വീണ്ടും ഇത് തന്നെ തുടർന്നുകൊണ്ടേ ഇരുന്നു. രാവിലെ ഷൺമുഖൻ വീട്ടിൽ നിന്ന് പോയ ഉടനെ തന്നെ ഭാര്യ രാമമൂർത്തിയെ ഫോൺ വിളിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ഇവരുടെ ശാരീരിക ബന്ധം തുടർന്നു കൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഷൺമുഖന് ഒരു ദിവസം രാത്രി ഒരുപാട് ചൂട് തോന്നിയത് കൊണ്ട് തന്നെ തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ കിടക്കുകയും എന്നാൽ രാവിലെ തൻ്റെ തോട്ടത്തിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയ അദ്ദേഹം അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്നു.
എന്നാൽ അന്ന് രാവിലെ തന്നെ മാരിയമ്മൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ തൊട്ടടുത്ത് തൻ്റെ ഭർത്താവിനെ കാണാതായപ്പോൾ അദ്ദേഹം കൃഷിസ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയ മാരിയമ്മൾ ഉടനെ തന്നെ തൻ്റെ കാമുകനായ ആ പയ്യനെ ഫോൺ ചെയ്യുന്നു. എന്നിട്ട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ഉടനെ തന്നെ ആ പയ്യൻ വീട്ടിലേക്ക് എത്തുകയും അവർ തമ്മിൽ അതേ മുറിയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ തൊട്ടടുത്ത് തന്നെയുള്ള മുറിയിൽ തന്റെ ഭർത്താവ് ഉണ്ട് എന്ന കാര്യം ഇവർ രണ്ടുപേരും അറിയുന്നില്ല. ഇവരുടെ ശബ്ദമൊക്കെ കേട്ട ഷൺമുഖൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. എന്താണ് തൊട്ടടുത്ത മുറിയിൽ ഇതുപോലുള്ള ശബ്ദം എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് പോയി നോക്കുന്നു. ആ സാഹചര്യത്തിലാണ് ശരീരത്തിൽ വസ്ത്രമൊന്നും തന്നെ ഇല്ലാതെ ഇവർ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ മനുഷ്യൻ കാണുന്നത്. ദേഷ്യവും സങ്കടവും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയം ആ മനുഷ്യൻ അവിടെ തന്നെ പകച്ച് നിന്നുപോയി. അതിനുശേഷം പെട്ടെന്ന് കിച്ചണിലേക്ക് പോവുകയും തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന കൊടുവാളും എടുത്ത് അദ്ദേഹം ഇവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ രണ്ടുപേരും ഞെട്ടി എഴുന്നേൽക്കുന്നു. പൂർണ്ണ നഗ്നരായിട്ടുള്ള രണ്ടുപേരും മാപ്പ് എന്ന രീതിയിൽ അദ്ദേഹത്തെ തന്നെ നോക്കുന്നു. പക്ഷേ തന്റെ സങ്കടവും ദേഷ്യവും സഹിക്കാൻ സാധിക്കാത്ത ഈ മനുഷ്യൻ അവരെ അവിടെ വെച്ച് തന്നെ ആഞ്ഞാഞ്ഞ് വെട്ടുന്നു. അവരുടെ മരണം ഉറപ്പിക്കുന്നത് വരെ ആ രണ്ടുപേരെയും ഇദ്ദേഹം തന്റെ കൊടുവാൾ കൊണ്ട് ആഞ്ഞു വെട്ടി. രണ്ടുപേരും മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നടന്ന കാര്യങ്ങളൊക്കെയും തന്നെ പോലീസിന് മുമ്പിൽ പറയുകയും തന്നെ അറസ്റ്റ് ചെയ്യണം, ജയിലിൽ അടക്കണമെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നു. ഇനി എനിക്ക് ജീവിക്കണ്ട എന്നും ജീവിതത്തിൽ എല്ലാം തന്നെ എനിക്ക് ലഭിച്ചെന്നും അവസാനം ഞാൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ ഭാര്യയും തന്നെ ചതിച്ചെന്നും ഇനി ആരെയും എനിക്ക് കാണണ്ട എന്ന രീതിയിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ കീഴടങ്ങുകയും ചെയ്യുന്നു. എന്തു തന്നെയായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ഭാര്യ ചെയ്യുന്ന തെറ്റൊക്കെയും തന്നെ നാട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോലും തൻ്റെ ഭാര്യയെ ഒരുപാട് വിശ്വസിച്ച് അദ്ദേഹം ഭാര്യയോട് കാര്യം പറഞ്ഞപ്പോഴെങ്കിലും ഭാര്യ ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുമായിരുന്നില്ല. ആ 3 പേരുടെ ജീവിതവും നഷ്ടപ്പെടുമായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും തൻ്റെ കാമത്തിന് മുമ്പിൽ എല്ലാം അടിയറവ് വെച്ച ആ വൃദ്ധയായ സ്ത്രീ ചെയ്ത ക്രൂരത കാരണം ഈ മനുഷ്യനും ഇന്ന് അനുഭവിക്കുകയാണ്. എന്തു തന്നെയായാലും ഇതുപോലെ കാമത്തിന് അടിമപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു പാഠം തന്നെയാണ്.